2021 മെയ് 20-നാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ട അയൽവാസിയെ കാണാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിൽ പോകാൻ, ഒരു പാർക്കിൽ പോകാൻ പോലും സാധിക്കാത്ത നിലയിലായിരുന്നു അന്ന് ലോകം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ സഞ്ചാരികളെക്കുറിച്ചോ ടൂറിസത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമാണ്. ടൂറിസം മേഖല ലോകത്താകെ വെന്റിലേറ്ററിലായ ഒരവസ്ഥയായിരുന്നു കോവിഡ് സമയത്ത്. ഞങ്ങൾ അന്താളിച്ച് കരയാനല്ല തയ്യാറായത്, ഭാവി എങ്ങനെയായിരിക്കണമെന്നുള്ളത് കേൾക്കാനുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന, മികവുറ്റ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ, ഗ്രൂപ്പുകളെ ഒക്കെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അതിൽ ഭാവി പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം നടത്തേണ്ട പ്രവർത്തനത്തിന് മികച്ച നിർദ്ദേശങ്ങൾ നൽകിയ നിരവധി പേരുണ്ട്. അവരുമൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ അത്തരം നിർദ്ദേശങ്ങൾ സർക്കാരിന് കിട്ടിയത്? അങ്ങനെ നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ നൽകി ഞങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജം നൽകിയ ആളുകളിൽ ഒരാൾ ഇപ്പോൾ എൻ്റെ തൊട്ട ഇടതുഭാഗത്ത് അടുത്തിരിക്കുന്നുണ്ട്. അത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹവുമായി വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ അത് ചർച്ച ചെയ്യുകയുണ്ടായി. ഞങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ച ഒരു തവണ പരസ്യപ്പെടുത്താതെ അല്ലാതെ ടെലിഫോണിലും നേരിട്ടും ഒക്കെയായി നിരവധി ചർച്ചകൾ നടത്തി. ഒരുപാട് ക്രിയാത്മകമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഉദിച്ചു വന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലതും നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെക്കുറിച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവേ കണ്ടത് മലബാറിൽ വളരെ കുറച്ച് സഞ്ചാരികളെ വരുന്നു എന്നുള്ളതാണ്. 6% സഞ്ചാരികൾ മാത്രമേ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ വരുന്നുള്ളൂ. അതായത് ഒരു 1000 സഞ്ചാരികൾ കേരളത്തിന് പുറത്തുനിന്ന് വരികയാണെങ്കിൽ അതിൽ 60 പേർ മാത്രമാണ് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് കടന്നു വരുന്നുള്ളൂ. അനന്തമായ സാധ്യതകൾ ഉള്ളിടങ്ങളാണിത്. കേരളത്തിലെ മറ്റ് ജില്ലകളെ പോലെ തന്നെ അനന്തമായ സാധ്യതകളുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ ടൂറിസത്തിന് വലിയ കുതിപ്പുണ്ടാകും. ഇത് കണ്ടുകൊണ്ടാണ് മലബാറിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ നിശ്ചയിച്ചത്. അതിലൊന്ന് വയനാടായിരുന്നു. വയനാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തേക്ക് എത്തുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ വയനാട്ടിലുള്ളവർക്ക് കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരിലെത്താനാകും. 2 സംസ്ഥാനവുമായും 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ മാർക്കറ്റിംഗ് പ്രത്യേകം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ശ്രദ്ധിച്ചു. വയനാട് ടൂറിസത്തിന് നല്ല മാറ്റമുണ്ടായി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കാൻ ബേക്കലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ ഉൾപ്പെടെ വിവിധ ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചു. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റാണ് 2 ദിവസം മുമ്പ് അവസാനിച്ച ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഫെസ്റ്റിൽ പങ്കെടുത്തത്. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ നല്ല മാറ്റം മലബാർ ടൂറിസത്തിൻ്റെ കാര്യത്തിലുണ്ടായി. മൂന്നാർ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ ഫോറിൻ ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് വേണ്ടത്ര വരുന്നില്ല എന്നുള്ള ഒരു കണക്കാണ്, സാധ്യതക്കനുസരിച്ച് വരുന്നില്ല എന്നുള്ളൊരു കണക്കാണ് തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ടായത്. മൂന്നാറിൻ്റെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ വലിയ നിലയിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങളൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു.
ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തെവിടെയും പോസ്റ്റ് കോവിഡ് ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല, ഇന്ത്യയിലും വർദ്ധിച്ചിട്ടില്ല, പഴയ നമ്പറിലെത്തിയിട്ടില്ല, കേരളത്തിലും പഴയ നമ്പറിലെത്തിയിട്ടില്ല. അപ്പോൾ കോവിഡിന് ശേഷം കൂടി വരുന്നുണ്ട്. എന്നാൽ മൂന്നാറിൽ സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് 2024 ഉണ്ടായത് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുമായി ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പ്രധാനമായും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യം ചർച്ച ചെയ്തിരുന്നു. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ ഒരു കുതിച്ചു ചാട്ടമാണ് 2023-24 വർഷങ്ങളിലുണ്ടായത്. കേരളമുണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഈ വർഷങ്ങളിലുണ്ടായി. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വർധനവിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. അത് ഭാവിയിൽ അത് വർദ്ധിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകും. ബീച്ച് ടൂറിസത്തെ കേരളത്തിൽ വികസിപ്പിക്കാൻ അഡ്വഞ്ചർ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു പോകുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുന്നുണ്ട്. മലയോര മേഖലയിൽ ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഹൈക്കിംഗ്, ട്രക്കിംഗ്, മറ്റ് അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. സഞ്ചാരികൾക്ക് വരുമ്പോൾ കേരളത്തെ ആസ്വദിക്കാനും കേരളത്തിൻ്റെതായ സിഗ്നേച്ചേഴ്സ് നൽകാനും ഒക്കെയുള്ള പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലായിടത്തും സർക്കാർ തന്നെ ഇതിൻ്റെ പ്രധാനികളാകാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി മാറാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2023 ഡിസംബറിൽ സംഘടിപ്പിക്കുകയും ആ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്ന വർഷം 2025 ആയിരിക്കും എന്നുള്ളതും പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘകാലമായി ടൂറിസം മേഖലയിലുള്ളവരും കേരളത്തിൻ്റെ വിവിധ മേഖലകളിലും മുന്നോട്ട് വെച്ച ഒരു പോളിസി, ഒരു ഡിസൈൻ പോളിസി വേണമെന്നുള്ള ആവശ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി നയം അംഗീകരിച്ചത് നമ്മുടെ കേരളത്തിൽ ഇക്കഴിഞ്ഞ മാസമാണ് എന്നുള്ളതും ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് നടന്ന ശില്പശാല, ആ ശില്പശാലയിൽ വിവിധ മേഖലകളിൽ നിന്നും ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല, ആ ശില്പശാല മുന്നോട്ട് വെച്ച കരട് ഡ്രാഫ്റ്റ് പിന്നീട് വിവിധ വകുപ്പുകൾ ചർച്ച ചെയ്ത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ പുതിയ പോളിസി, പുതിയ പ്രൊഡക്റ്റുകളുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഹൗസ് ബോട്ടാണ് നമ്മുടെ അവസാന പ്രൊഡക്റ്റ് 2021 മുമ്പ്. അത് 1980കളിലാണെങ്കിൽ ചില പുതിയ പ്രൊഡക്റ്റുകൾ മുന്നോട്ട് വെച്ചു. ചിലത് മന്ത്രിസഭ തന്നെ അംഗീകരിച്ചു. ചിലത് പ്രൊഡക്റ്റുകൾ വന്നെങ്കിലും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരവൺ അതിലൊന്നാണ്, ഹെലി ടൂറിസം അതിൽ മറ്റൊന്നാണ്. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യണം. 2025 കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്തോഷകരമായ വർഷമായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ള അനുഭവ സമ്പന്നരായ മേഖലയിലുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഇനിയും തുടരും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്.